നമസ്കാരം. നാവിന് വാളിനേക്കാൾ മൂർച്ചയുള്ള മുതിർന്ന ബി.ജെ.പി. നേതാവ് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൾമുനയിലാക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന രാജിവെച്ച് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കുറച്ചു കാലമായി ഭിന്നതയിൽ കഴിയുന്ന മുതിർന്ന ബി.ജെ.പി. നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി വീണ്ടും അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ചത്. വിദേശകാര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ സുബ്രഹ്മണ്യൻ സ്വാമി ചൈനക്കാർ ഇന്ത്യൻ മണ്ണിൽ അതിക്രമിച്ചു കയറിയപ്പോൾ മോദി ഭീരുവായിരുന്നു എന്നും മാലദ്വീപ് നേതാക്കൾ ഇന്ത്യയോട് ദ്വീപിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടപ്പോഴും മോദി ഒരു ഭീരുവായിരുന്നുവെന്നും കുറ്റപ്പെടുത്തി. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പ്രധാനമന്ത്രി വിറയ്ക്കുകയാണെന്ന് സ്വാമി കളിയാക്കി. എക്സിൽ സ്വാമി പോസ്റ്റ് ചെയ്ത വാക്കുകൾ ഇപ്രകാരമാണ്: ഇന്ത്യയുടെ അധീനതയിലുള്ളതും തർക്കമില്ലാത്തതുമായ ലഡാക്ക് പ്രദേശത്തിന്റെ 4067 ചതുരശ്ര കിലോമീറ്റർ ചൈന പിടിച്ചെടുത്തപ്പോൾ മോദി ഒരു ഭീരുവായിരുന്നു. മാലദ്വീപിലെ മുസ്ലിം നേതാക്കൾ ഇന്ത്യക്കാരോട് ദ്വീപിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഞെട്ടി. ബംഗ്ലാദേശ് ലേഡി പ്രധാനമന്ത്രിയെ മുസ്ലിങ്ങൾ പുറത്താക്കിയപ്പോൾ മോദി വിറയ്ക്കുകയാണ്. നേപ്പാളിനെ കുറിച്ച് ചോദിക്കരുത്, മോദിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടുക എന്നൊക്കെയാണ് സുബ്രഹ്മണ്യ സ്വാമി ഓഗസ്റ്റ് 6 ചെയ്ത പോസ്റ്റിൽ പങ്കുവച്ചത്. അതേ ദിവസം ചെയ്ത മറ്റൊരു പോസ്റ്റിൽ എന്തുകൊണ്ടാണ് മോദി ബംഗ്ലാദേശ് ഭീതിയിൽ മരവിച്ചത്? വിദേശകാര്യ മന്ത്രാലയം പോലും ഇക്കാര്യത്തിൽ കാര്യമായൊന്നും പറഞ്ഞിട്ടില്ല. ചൈനയും പാകിസ്ഥാനും അമേരിക്കയും പുതിയ സർക്കാർ രൂപീകരണത്തെ പിന്തുണച്ചു. എന്നാൽ ഇന്ത്യ അതിനെക്കുറിച്ച് നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്നില്ല. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന നിലപാടാണോ സർക്കാർ വെച്ചു പുലർത്തുന്നതെന്ന് ചോദിച്ച ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാൻ പദ്ധതിയുണ്ടോ എന്നും ആരാഞ്ഞു. ചൈന വിഷയത്തെക്കുറിച്ചും മോദി സർക്കാർ അത് കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചകളെക്കുറിച്ചും സ്വാമി വളരെ കാലമായി വാചാലനായിരുന്നു. കൂടാതെ ചൈനക്കാർ ഇന്ത്യയിൽ എത്ര ഭൂമി അധിനിവേശം നടത്തിയിട്ടുണ്ടെന്ന് സർക്കാർ ഉത്തരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പൊതു താൽപര്യ ഹർജി പോലും സ്വാമി ഫയൽ ചെയ്തിരുന്നു. ചുഷൂലിലെ എയർഫീൽഡിലേക്ക് പോകുന്ന പാങ്കോൺ തടാകത്തിൽ പുതുതായി പാലം നിർമ്മിച്ച ചൈനീസ് സൈന്യത്തിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചാണ് മോദി ചൈനയ്ക്ക് കീഴടങ്ങിയത്. ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് മോദി വിലപിക്കുന്ന സമയത്ത് ലഡാക്ക് ഏതാണ്ട് തന്ത്രപരമായി ചൈനയുടെ അധിനിവേശമാണ് നേരിടുന്നത്. ഇത് നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണെന്ന് ജൂലൈ 30 സുബ്രഹ്മണ്യ സ്വാമി മറ്റൊരു പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം തന്റെ സർക്കാരിനെതിരായ ജനകീയ പ്രതിരോധത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഹസീന കുറച്ചുകാലം ഡൽഹിയിൽ തങ്ങാൻ പോവുകയാണെന്ന് മകൻ സജീബ് വാസേദ് ജോയ് അറിയിച്ചു. അഭയം നൽകാൻ UK മടിച്ചതിനെ തുടർന്ന് ലണ്ടനിലേക്ക് പോകാനുള്ള ഹസീനയുടെ പദ്ധതി തടസ്സപ്പെട്ടതിന് പിന്നാലെയാണ് ജോയ് പ്രസ്താവനയുമായി രംഗത്തു വന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമോ പ്രധാനമന്ത്രിയോ ഒരു വ്യക്തതയും വരുത്തിയിട്ടില്ല. രാജ്യം അഭിമുഖീകരിക്കുന്ന സുപ്രധാന വിഷയങ്ങളിൽ മോദി സർക്കാർ പുലർത്തുന്ന നിസ്സംഗതയെയാണ് തന്റെ എക്സ് പോസ്റ്റിലൂടെ ഡോക്ടർ സുബ്രഹ്മണ്യം സ്വാമി നിരന്തരം ഉന്നം വെക്കുന്നത്. പറഞ്ഞത് സ്വാമിയാണെങ്കിലും പാളയത്തിൽ ഉയർന്ന പടയാണെങ്കിലും പറഞ്ഞ വിഷയത്തിൽ കഴമ്പുണ്ടെന്ന് പറയാതെ വയ്യ.